നമസ്കാരം. റേക്കി ശാക്തയിൽ സാക്ഷിയെ കണ്ടെത്തുക, പുതിയൊരു ധ്യാന പരിശീലനം നോക്കാം. ശിവൻ പറഞ്ഞു, ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സ് ചിന്തയ്ക്കു മുമ്പിലെത്തട്ടെ. രൂപം പ്രാണതത്വത്താൽ നിറഞ്ഞ് മൂർധാവിലെത്തി പ്രകാശമായി ചൊരിയട്ടെ എന്നാണ്. പൈതഗോറസിന് ലഭിച്ച ധ്യാനമുറയാണിത്. ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് പൈതഗോറസ് ഗ്രീസിലെത്തി. പാശ്ചാത്യ നാടുകളിലെ ആധുനിക ആധ്യാത്മ സമ്പ്രദായങ്ങളുമായി മുഴുവൻ സമയവും സ്ഥിരാകേന്ദ്രവും ഈ ഭ്രൂമധ്യം തന്നെയാണ് എന്ന് പ്രസംഗിച്ചു. അങ്ങനെ അദ്ദേഹം പൈതഗോറസ് ഒരു ഭ്രൂമധ്യം മാത്രമായി തീർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് അഗാധതല സ്പർശിയായ നിരവധി ധ്യാന മാർഗങ്ങളിൽ ഒന്നാണ്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുരിക മധ്യത്തിൽ ഭ്രൂമധ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ ധ്യാനം വളരെ എളുപ്പമാകും. അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ച് ആധുനിക ശരീരശാസ്ത്രവും ശാസ്ത്രീയ ഗവേഷണങ്ങളും പറയുന്നത് ഭ്രൂമധ്യത്തിൽ ശരീരത്തിലെ ഏറ്റവും നിഗൂഢമായ ഒരു ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു. പിനിയൽ ഗ്ലാൻഡ് എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്. മസ്തിഷ്കത്തിന് ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഗ്ലാൻഡുകൾ ഉണ്ട്. പിനിയൽ ഗ്ലാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തലാമസും ഹൈപ്പോതലാമസും. ബ്രെയിൻ തന്നെ ഒരു വിസ്മയം തന്നെയാണ്. അപ്പോൾ ഈ പിനിയൽ ഗ്ലാൻഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളിൽ ഗ്രേറ്റ് അഫ്ലുവൻസ് ഉരുത്തിരിഞ്ഞു വരും എന്നാണ് പറയപ്പെടുന്നത്. പിനിയൽ ഗ്ലാൻഡിൻ്റെ മന്ദീഭാവമാണ് ഒരർത്ഥത്തിൽ ഒരാളെ ഒരു ലോ ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഈ നിഗൂഢമായ ഗ്രന്ഥി പിനിയൽ ഗ്ലാൻഡ്, ആ ഗ്രന്ഥി തന്നെയാണ് തിബത്തുകാരുടെയും തന്ത്രശാസ്ത്രജ്ഞന്മാരുടെയും ശിവനേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ട് കണ്ണുകൾക്ക് നടുവിലായി മൂന്നാമതൊരു കണ്ണ് നിലനിൽക്കുന്നു. സാധാരണഗതിയിൽ അത് പ്രവർത്തിക്കാറില്ല, പ്രവർത്തനക്ഷമ അല്ല. അത് തുറന്നാൽ
നാം എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു അത് തുറക്കുന്നതിനായി. അത് അന്ധമല്ല, അതൊരു അടഞ്ഞ കണ്ണല്ല. അതിങ്ങനെ ഒരു പെർമനൻ്റലി ഒരു സർവൈലൻസിൻ്റെ ഇല്ലെങ്കിൽ ഒരു പിക്ചറൈസേഷൻ്റെ ഒരു ഫോമിലാണത് ഓരോ ശരീരത്തിലും ഉള്ളത്. വെറുതെ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഈ കണ്ണിൻ്റെ, മൂന്നാം കണ്ണിൻ്റെ ഇരിപ്പിടം ആ വ്യക്തിയിൽ പരിലസിക്കുന്നത്. അതിനെ തുറപ്പിക്കുകയാണ് ഈ ധ്യാന രീതിയുടെ ഉദ്ദേശം. ഇപ്പോൾ മൂന്നാം കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവനേത്രം അത് തുറന്നാൽ ഇമ്മൻസ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആദ്യമായിട്ട് കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് രണ്ട് കൺപുരികങ്ങൾക്കുമിടയിൽ മധ്യേ കണ്ണുകൊണ്ട് തന്നെ കണ്ണുകളെ ഈ നടുവിലേക്കായിട്ട് ശ്രദ്ധ കൊണ്ടുവരിക. രണ്ട് കണ്ണും ഒരിടത്ത് കേന്ദ്രീകരിക്കുക. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐസ് ഫോക്കസ് ഇൻ സെൻറ്റിയേർഡ് തിങ്കിങ്. കേന്ദ്രത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക. അതിനെയാണ് മൂന്നാം കണ്ണ് സാക്ഷി ദർശനം എന്നൊക്കെ പറയപ്പെടുന്നത്. ശ്രദ്ധാലുവാകാനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്നാണ് ഈ ധ്യാന രീതി. ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്തെക്കുറിച്ചും ഇത്ര എളുപ്പത്തിൽ ശ്രദ്ധാലുവാകാൻ കഴിയില്ല. ഈ ഗ്രന്ഥി എന്തിനേക്കാളുമേറെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഹായകമാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ രണ്ട് കണ്ണുകളും മൂന്നാം കണ്ണിൻ്റെ സമ്മോഹനത്തിന് വിധേയമാകും. അവ ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കും. അവയ്ക്ക് ചലിക്കാൻ കഴിയില്ല. നിങ്ങളുടെ നയനങ്ങൾക്ക് പിന്നെ അനങ്ങാൻ കഴിയില്ല. നിശ്ചേഷ്ടനായിട്ട് രണ്ട് കണ്ണുകളും ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഇരിക്കും. ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയം അത് പ്രയാസമായിരിക്കും. മൂന്നാം കണ്ണ് ശ്രദ്ധയെ പിടിച്ചെടുക്കുകയും ശ്രദ്ധയെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. അത് ശ്രദ്ധയെ ആകർഷിക്കുന്ന കാന്തമാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിവിധ ധ്യാന സമ്പ്രദായങ്ങൾ, ധ്യാനാത്മക മാർഗങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധ പരിശീലിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ് ഈ മൂന്നാം കണ്ണിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ധ്യാന പരിശീലനം. കാരണം നിങ്ങൾ സ്വയം
ശ്രദ്ധാലുവാകുന്നു എന്ന് മാത്രമല്ല, ഈ ഗ്രന്ഥിയുടെ ആകർഷണ സ്വഭാവം നിങ്ങൾക്ക് സഹായകമായി തീരുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് നിർബന്ധമായും ആകർഷിക്കപ്പെടുന്നു. അത് ആഗീകരണം ചെയ്യപ്പെടുന്നത് ഈ മൂന്നാം കണ്ണിൻ്റെ ഭക്ഷണമായിട്ടാണ്. മൂന്നാം കണ്ണിൽ ശ്രദ്ധ അതിൻ്റെ ഹവിസായിട്ടാണത് സങ്കല്പിക്കുന്നത്. ശ്രദ്ധ മൂന്നാം കണ്ണിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും ആയാസരഹിതമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അത് സജീവമാകും. മൂന്നാം കണ്ണ് അതിനു വേണ്ട ഭക്ഷണം കിട്ടി എന്നർത്ഥം അതിൽ നിന്നും മനസ്സിലാക്കാം. ശ്രദ്ധയാണ് ഭക്ഷണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാഗ്രത കാന്തിക വലയത്തിലകപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ ഗ്രന്ഥി തന്നെ അതിനെ ആകർഷിക്കുകയും, അതായത് പിനിയൽ ഗ്ലാൻഡ് തന്നെ ഈ ശ്രദ്ധയെ ആകർഷിക്കുകയും വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താണോ ശ്രദ്ധിക്കുന്നത് ആ ശ്രദ്ധയെ പിനിയൽ ഗ്ലാൻഡ് വലിച്ചെടുക്കും. നിങ്ങൾക്കൊരു റിച്ച് അബണ്ടൻസ് അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഈ മൂന്നാം കണ്ണിലൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിച്ചാകാൻ സാധിക്കും. ഈ പിനിയൽ ഗ്ലാൻഡ് ഈ റിച്ച്നെസ്, റോയൽ വേ ഓഫ് ലൈഫ് അതിങ്ങനെ അട്രാക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും നിങ്ങളുടെ വേ ഓഫ് ലൈഫ് റോയൽ വേ ഓഫ് ലൈഫ് ആയിത്തീരുകയും ചെയ്യും. അങ്ങനെ കഷ്ടതകളും ക്ലേശങ്ങളും ലഘൂകരിക്കുന്നതിന് ഈ മൂന്നാം കണ്ണിൻ്റെ ശ്രദ്ധ പരിശീലനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. റേക്കി പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ധ്യാനമാർഗമാണ്. അപ്പോൾ ശ്രദ്ധ അത്ര വളരെ ശ്രമകരം ഒന്നുമല്ല എന്ന് മനസ്സിലാകും നിങ്ങൾക്ക്. യഥാർത്ഥ ബിന്ദു എവിടെയാണെന്ന് അറിയുക, അതായത് ഈ മൂന്നാം കണ്ണ് നമ്മളുടെ ദേഹത്തിൽ ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യം അതെവിടെയാണെന്ന് കണ്ടെത്തി കഴിയുക. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയായി മാറുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബിന്ദു എവിടെയാണെന്നറിയുകയാണ്, അത് മാത്രമാണ് വേണ്ടത്. നിങ്ങൾ ബിന്ദുവിനെ സമീപിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടം ഉറയ്ക്കും. അലക്ഷ്യമായ നോട്ടത്തിൽ നിന്ന് മൂന്നാം കണ്ണിലേക്ക് നോട്ടം ഉറയ്ക്കും. അതിന് ദീർഘമായി ശ്വാസം എടുത്തിട്ട് ആദ്യം ഈ രാജയോഗത്തിലൊക്കെ ചെയ്യുന്ന ഈ മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കിയതിന് ശേഷം തൊട്ടിട്ട് വിരൽ തൊട്ടിട്ട് മൂക്കിൻ്റെ തുമ്പത്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ രണ്ട് പുരിക മധ്യത്തിലായി രണ്ട് നേത്രങ്ങളുടെയും ചിന്ത നോട്ടം അങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഭാവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഈ ബിന്ദുവിനെ കണ്ട് മനസ്സിലാക്കി ശ്രദ്ധയെ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെ ശ്രദ്ധയുടെ രൂപത്തിൽ
മെനഞ്ഞുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ പരിശീലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ വകകളും വസ്തുവകകളും നിങ്ങളുടെ ജീവിതത്തിൽ ഓടിയെത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധ പുരികങ്ങൾക്ക് നടുവിൽ മനസ്സ് ചിന്തയ്ക്ക് മുൻപേ പോകണം. അപ്പോൾ ശ്രദ്ധ ഭ്രൂമധ്യത്തിൽ ആകുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ വിചിത്രമായൊരു പ്രതിഭാസം അനുഭവിക്കാനിടയാകും. ജീവിതത്തിൽ ആദ്യമായി ചിന്തകൾ നിങ്ങൾക്ക് മുന്നിലൂടെ ഓടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ നിങ്ങളൊരു സാക്ഷിയായിട്ട് മാറും. ചിന്തകളിങ്ങനെ ഓടുന്നു, അതിനെ നിങ്ങൾ വീക്ഷിക്കുന്ന ഒരു നമ്രശിരസ്കനായി നിങ്ങൾ നോക്കി നിൽക്കുന്നു. നിങ്ങളുടെ ചിന്തയെ നിങ്ങളൊരു സാക്ഷിയായി രൂപാന്തരം പ്രാപിക്കുന്നു. ആ സമയത്ത് ചിന്തകൾ നിങ്ങൾക്ക് മുന്നിലൂടെ ഓടുന്നതായി നിങ്ങൾ അനുഭവിക്കും. അപ്പോൾ നിങ്ങളൊരു സാക്ഷി മാത്രമായി മാറുന്നു. നിങ്ങൾ സാക്ഷിയായി കാണുക മാത്രം ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധ തൃക്കൺ കേന്ദ്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഓട്ടം താമസിയാതെ തന്നെ നിങ്ങൾ സ്വന്തം ചിന്തകൾക്ക് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരികയുള്ളൂ. സാധാരണഗതിയിൽ നിങ്ങൾ ഒരിക്കലും സാക്ഷിയല്ല. നിങ്ങൾ ചിന്തകളുമായി തന്മയീഭവിച്ചിരിക്കും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയായിട്ട് നിങ്ങൾ തന്മയീഭവിക്കും. ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യമായിത്തീരുന്നു. ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സാക്ഷിയല്ല, അതുമായി താദാത്മ്യം പ്രാപിച്ചിട്ടുണ്ടാകും. അപ്പോൾ ചിന്തയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തയായി തീരുകയും ചിന്തയുടെ രൂപം ധരിക്കുകയും, അതായത് ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യത്തിൻ്റെ ഒരു മൂർത്തി രൂപമായി റെഡ് ആങ്കർ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്വരൂപമായി മാറുകയും ചെയ്യുമ്പോൾ അത് കാഴ്ചക്കാരിലും സമീപത്തുള്ള സഹജീവികളിലും നിങ്ങളെ ഒരു തെറ്റായ കാഴ്ചപ്പാടിലൂടെ മനോഭാവത്തിലൂടെ ദർശിക്കാൻ ഇടവരും. അങ്ങനെ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ചിന്തയുമായി തന്മീഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ധ്യാനം പരിശീലനം ശരിയായ രീതിയിൽ കൊണ്ടുവന്ന് ശ്രദ്ധയെ നിങ്ങൾ സാക്ഷീകരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ജീവിത വിജയം ഉണ്ടായിത്തീരുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ ചിന്ത സങ്കടത്തിലാണെങ്കിൽ നിങ്ങൾ സങ്കടം കൊണ്ട് നിറഞ്ഞ ഒരു രൂപമായിട്ട് മാറും. നിങ്ങളൊരു വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചിന്തയിലാണെങ്കിൽ ആ ചിന്തയായിട്ട് മാറും. അതായത് ദുഷ്ടലാക്കുകൾ നിറഞ്ഞതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അതേ ഒരു രൂപമായിരിക്കും നിങ്ങളുടെ മുഖത്ത് മറ്റുള്ളവർക്ക് ദർശിക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്മീഭവിക്കുന്നതിൽ നിന്നും മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾക്കിടയിൽ ഒരു നേർത്ത വിടവ് പോലുമില്ലാതെ തന്നെ നിങ്ങൾ തന്മീഭവിച്ചിട്ടുണ്ടാവും. അതിനെയാണ് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യേണ്ടത്. സാക്ഷിയായും മാറി അതിനെ മാറ്റിക്കളയണം. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് തന്മയീഭവിക്കപ്പെടുമ്പോൾ കർത്തൃത്വ ഭാവം വന്നു ചേരുകയും അതിൻ്റെ കാർമിക് കോൺസിക്വൻസാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതത്തിൻ്റെ പ്രധാന കാരണം എന്ന് ആധുനിക മനഃശാസ്ത്രം തന്നെ നമ്മളെ
പരിചയപ്പെടുത്തുന്നു. മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു സാക്ഷി ആയി മാറുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാർമിക്കായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കർമ്മത്തിൻ്റെ ഫലം ഞാൻ ചെയ്യുന്നു എന്ന തോന്നലിൽ നിന്ന് മാറി എന്നിലൂടെ അത് കർമ്മം കടന്നു പോകുന്നു എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലേക്ക് ആയി തീരുന്നു നിങ്ങൾ തന്നെ സാക്ഷിഭാവത്തിൽ എത്തിച്ചേരുമ്പോൾ ധ്യാനത്തിലൂടെ. അപ്പോൾ മൂന്നാം കണ്ണിലൂടെ ആകാശത്തിലെ മേഘങ്ങൾ പോലെയും തെരുവിലൂടെ ജനങ്ങൾ പോകുന്നത് പോലെയും ചിന്തകൾ അലയാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാനാകും. അങ്ങനെ ചിന്തകൾ സാക്ഷിഭാവത്തിൽ വരുത്തി തീർത്തു കഴിഞ്ഞാൽ, അതായത് വിറ്റ്നസിങ് മെഡിറ്റേഷൻ എന്നാണ് ഇതിനെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ വിറ്റ്നസിങ് മെഡിറ്റേഷനിലൂടെയാണ് നമുക്ക്, സാക്ഷിഭാവത്തിലൂടെയാണ് നമുക്ക് കാർമിക് കോൺസിക്വൻസിൽ നിന്നും മുക്തി ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ സംജാതമാകും. അപ്പോൾ റെയ്ക്കി പരിശീലിക്കുമ്പോഴും റെയ്ക്കി ചെയ്യുമ്പോഴും നമ്മൾ ഒരു സാക്ഷിഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ രോഗം സുഖപ്പെട്ടു പോവുകയുള്ളൂ. ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നു എന്നുള്ള ആ ഒരു സാക്ഷി ദർശനത്തിന് വിരുദ്ധമായ മറ്റൊരു, എന്നിലൂടെ ഈ രോഗി സുഖം പ്രാപിച്ചു പോകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ റെയ്ക്കി ചാനൽ മാറുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങളെ അലോസരപ്പെടുത്താതിരിക്കുകയുള്ളൂ. ഇപ്പോൾ റെയ്ക്കിയുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു പാഠഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആജ്ഞാചക്രം തുറന്നാൽ കുണ്ടലിനി ശക്തി അത് ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ രോഗിയുടെ ചക്രങ്ങളും ഓറയും ശുദ്ധീകരിക്കാൻ ഒരു റെയ്ക്കി ചാനലിന് സാധിക്കും എന്നുള്ളതാണ്. ആജ്ഞാചക്രത്തിലൂടെ തന്നെ ഈ പിനിയൽ ഗ്ലാൻഡ്, രോഗി ഇപ്പോൾ വേദനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ വേദന ഒരു സാക്ഷി രൂപത്തിൽ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് രോഗി നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ. അപ്പോൾ ആ പിനിയൽ ഗ്ലാൻഡിൽ ആ ശ്രദ്ധയെ, വേദന എന്ന് പറയുന്ന ശ്രദ്ധയെ സ്വാംശീകരിക്കുകയും അതിനെ യൂണിവേഴ്സൽ എനർജി കൊണ്ട്, പ്രാണൻ കൊണ്ട് അതിനെ ക്ലീൻ ചെയ്ത് ആ വേദന തത്സമയം തന്നെ മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണ്? ചിലപ്പോൾ ഒരുപക്ഷെ മൈഗ്രെയിൻ പോലുള്ള പെട്ടെന്നുള്ള ശക്തമായ തലവേദനയൊക്കെ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ സുഖം പ്രാപിപ്പിക്കാൻ സാധിക്കുന്നത്. അനേക വർഷങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഒരു പെയിൻ, അത് നമുക്കൊരു സ്പർശം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാക്ഷി ആയി ഇരിക്കുമ്പോൾ അതിന് രോഗിയെ സുഖപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. എന്തു തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നാലും ഒരു സാക്ഷി മാത്രം ആവുക. ഈ റെയ്ക്കി ഇൻവോക്കേഷൻ നടത്തി കഴിയുമ്പോൾ, റെയ്ക്കിയുടെ ഇൻവോക്കേഷൻ ടൈമിൽ എനർജി സഹസ്രാരത്തിലൂടെ വന്ന്, ആജ്ഞയിൽ വന്ന്, വിശുദ്ധിയിൽ വന്ന്, അനാഹതത്തിൽ വന്ന് കൈവെള്ളകളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. കപാലകുണ്ടലങ്ങൾ തുറന്ന് പ്രാണാപാനന്മാർ കൈവെള്ളകളിലൂടെ പുറത്തു കൊണ്ടുവരുന്നതിനെയാണ് റെയ്ക്കി പ്രാഥമിക ദീക്ഷയിൽ ചെയ്യുന്ന കാര്യം. ഇതിവിടെ ഒരു ദർശനത്തിൽ തന്നെ, ഒരു നോട്ടത്തിൽ തന്നെ പ്രാണനെ, അതൊരു എന്താ പറയുന്നത്, DRL എന്നാണ് അതിന് പറയുന്നത്, ഡിവൈൻ റെയ്ക്കി ലൈറ്റ്, DRL. ആ DRL പ്രപഞ്ചത്തിൽ നിന്ന് വരികയും അത് നേരെ ആജ്ഞയിലൂടെ പോയി ഒരു രോഗിയിൽ അത് പ്രവേശിച്ച് ഒരു വൃത്താകാരത്തിൽ ആ രോഗിയുടെ പ്രശ്നത്തെ
ശുദ്ധീകരിക്കുന്നു, DRL ശുദ്ധീകരിക്കുന്നു. അങ്ങനെ തത്സമയം തന്നെ രോഗി സുഖം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഈ റെയ്ക്കി പോലുള്ള ഈ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ കാലം മരുന്ന് കഴിച്ചിട്ട് മാറാതെ വളരെ പെട്ടെന്ന് ഒരു ദിവസം ഇതൊരു സുപ്രഭാതത്തിൽ ഒരു റെയ്ക്കി ചാനലിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ആ മാരകമായിട്ടുള്ള രോഗം ഡിസപ്പിയർഡ് ആകുന്നു. അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ മൂന്നാം കണ്ണിലൂടെ സാക്ഷിഭാവത്തിൽ, സാക്ഷി ദർശനത്തിൽ ഈ രോഗശാന്തിക്കാരൻ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. അപ്പോഴാണ് ആ മിറക്കിൾ അവിടെ സംഭവിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സാക്ഷി ദർശനം ഞാൻ ചെയ്യുന്നില്ല, എന്നിലൂടെ ഇത് കടന്നു പോകുന്നു എന്നുള്ള ഒരു ദാർശനിക ബോധത്തിൽ എത്തിച്ചേരുന്നു ആ സമയത്ത് ഈ രോഗശാന്തിക്കാരൻ. അതായത് ഐ ഹാവ് നോൺ ബോത്ത് ഗുഡ് ആൻഡ് ഈൽ, സിൻ ആൻഡ് വെർച്യൂ, justice and injustice. I have gone through the heaven and hell, joy and sorrow, death and birth. I have passed judgment and being judged myself, and in the end I recognized that I am part of everything, that everything is part of me. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമഗ്രമായ ഭാവനയിലേക്ക് രോഗശാന്തിക്കാരൻ മാറിക്കഴിയുമ്പോൾ രോഗശാന്തിക്കാരൻ്റെ മുമ്പിൽ വന്നു ചേരുന്ന എല്ലാ രോഗികളും സുഖം പ്രാപിക്കും. അതാണ് ഒരു റെയ്ക്കി ചാനലിൻ്റെ മുമ്പിൽ എത്തപ്പെടുന്ന രോഗിക്ക് സംഭവിക്കുന്ന ഒരു മിറക്കിൾസ്. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം, ഈ സാക്ഷിഭാവത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നാം ശ്വസിക്കുമ്പോൾ നാം ഓക്സിജനോ ഹൈഡ്രജനോ അങ്ങനെയുള്ള വാതകങ്ങൾ മാത്രമല്ല ഇതിലൂടെ ശ്വസിക്കുന്നത്. ആദ്യമായി നമ്മൾ ശ്വസനത്തിൻ്റെ രൂപം പരിശീലിക്കുക എന്നുകൂടി ഉണ്ട് ഇതിനകത്ത്. അതായത് ഇതിൻ്റെ അന്തസത്ത, ഇതിൻ്റെ പ്രയോഗം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശ്വസിക്കുമ്പോൾ നിങ്ങൾ വായു മാത്രമല്ല ശ്വസിക്കുന്നത്. ശാസ്ത്രം പറയുന്നത് നിങ്ങൾ വായുവിലെ ഓക്സിജൻ, ഹൈഡ്രജൻ തുടങ്ങി നിരവധി വാതകങ്ങളുടെ സമുച്ചയമായ വായുവിനെ ശ്വസിക്കുന്നു എന്നാണ്. എന്നാൽ തന്ത്ര പറയുന്നത് വായു ഒരു വാഹനം മാത്രമാണ്. വായു ഒരു വാഹനം മാത്രമാണ്. യഥാർത്ഥ കാര്യം അതല്ല എന്നാണ്. നിങ്ങൾ ശ്വസിക്കുന്നത് പ്രാണനെയാണ്, ജൈവ തേജസ്സിനെയാണ്, വിശ്വപ്രാണനെയാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. വായു മാധ്യമം മാത്രമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായു ഇതെടുത്തിട്ട് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അത് മെറ്റാബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ്. അത് സസ്യങ്ങൾ സ്വീകരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന് നേരിട്ട് നമ്മളുടെ മെറ്റാബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നേരിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ചെടി മരിച്ചു പോകും. അത് പ്രകൃതിയിൽ അന്തരീക്ഷത്തിലെ മറ്റ് ഇതുമായി എലമെൻസുമായിട്ട് ചേർത്തിട്ട് അതിന് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് വലിച്ചെടുക്കുന്നത്, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നത്. അതുപോലെ ചെടികൾ പുറത്തുവിടുന്ന അതിൻ്റെ മെറ്റാബോളിക് വേസ്റ്റ് പ്രോഡക്റ്റാണ് ഓക്സിജൻ പകൽ സമയത്ത്. അതിനെ മനുഷ്യനും മറ്റ് ജീവികളും നേരിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അന്തരീക്ഷത്തിൽ നിന്ന് മറ്റ് എലമെൻസുകളുമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ അതിനെ നമ്മളുടെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രാണൻ ആണ് നാം ശ്വസിക്കുന്നത് എന്ന ബോധവും കൂടി ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കണം. മീൻസ് റെയ്ക്കി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രാണശക്തിയെയാണ് റേക്കി, പ്രപഞ്ച ജീവശക്തി എന്ന് പറയുന്നത്. പ്രാണൻ
ഈ പ്രാണനെയാണ് ഒരു വായു എന്ന മാധ്യമത്തിലൂടെ ഞാൻ എന്നിലൂടെ ശ്വസിക്കപ്പെടുന്നത്, എന്നിലൂടെ കടന്നു പോകുന്നത്, നാസാരന്ധ്രങ്ങളിലൂടെ ഞാൻ വലിച്ചെടുക്കുന്നത് എന്നുള്ള ആ ഒരു ആവാഹനം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധത്തിലൂടെ നാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രാണനെയാണ് ശ്വസിക്കുന്നത്. മൂന്നാം കണ്ണിലാണ് എൻ്റെ ശ്രദ്ധ. മറ്റു കണ്ണുകളെല്ലാം നിശ്ചേഷ്ടമായിട്ട് നിൽക്കുന്നു. ഞാൻ സാക്ഷിയാണ്, എല്ലാ കർമ്മങ്ങളിലും എന്നിലൂടെ കടന്നു പോകുന്നു എന്നുള്ള കൺസെപ്റ്റിൽ നിലയുറപ്പിച്ച് മൂന്നാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്വാസത്തിൻ്റെ അന്തസത്തയെ നിങ്ങൾക്ക് നിരീക്ഷിക്കാനാവും. വെറും ശ്വാസമല്ല, അതിൻ്റെ യഥാർത്ഥ സത്തയായ പ്രാണനെ നിരീക്ഷണ വിധേയമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ എടുത്തുചാട്ടത്തിൻ്റെയും കുതിച്ചു കയറലിൻ്റെയും ആ പ്രാരംഭ ബിന്ദുവിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വപ്രാണനെ തിരിച്ചറിയാനുള്ള ഒരു സംവേദന ശേഷി നിങ്ങൾക്ക് ഈ മൂന്നാം കണ്ണിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അതിന് ഉള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം, 2 കൈകൾക്കുള്ളിൽ നിങ്ങൾക്ക് എനർജി വന്നു ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ പോയിന്റിൽ നിങ്ങൾ കൈവയ്ക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ദർശനം നിങ്ങളിൽ തന്നെ മൂന്നാം കണ്ണായിത്തീരുന്നു. ആ സമയത്താണ് വായു മാധ്യമമായ പ്രാണൻ നിങ്ങളിലൂടെ ഇങ്ങനെ ആഞ്ഞ് പായുന്നു. അപ്പോഴാണ് നിങ്ങൾ ജപിച്ചു പോകുന്നു അറിയാതെ ഓം നമഃശിവായ ന മ ശിവായ. ഇതെല്ലാം പഞ്ചഭൂതങ്ങളുടെ ഇതാണ്. ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി എന്നീ തത്വങ്ങളെയാണ് അതുകൊണ്ട് ആ മന്ത്രം കൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു ശാന്തമായ ഒരു ഏകാഗ്രമായ സാക്ഷി ദർശനത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, രോഗികളെ സുഖപ്പെടുത്തുക. അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ച്. വിത്ത് ലവ്, ലൈറ്റ് ഓഫ് ലൈറ്റ്.